എല്ലാവർക്കും ഞങ്ങളുടെ സ്നേഹം നിറഞ്ഞ ക്രിസ്മസ് ന്യൂ ഇയർ ആശംസകൾ നേരുന്നു. അപ്പോൾ കഴിഞ്ഞ നാളുകളിലെല്ലാം നിങ്ങൾ ഞങ്ങളെ സപ്പോർട്ട് ചെയ്തതുപോലെ തുറന്ന് നിങ്ങളുടെ സപ്പോർട്ട് ഞങ്ങളോടൊപ്പം വേണം. അപ്പോൾ ഈ ഒരു 2022 വർഷത്തിലും നിങ്ങൾക്ക് മുമ്പിലേക്ക് നല്ല നല്ല വീഡിയോസായിട്ട് ഞങ്ങൾക്ക് വരാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് ഈ ന്യൂ ഇയർ, ക്രിസ്മസ് എന്നൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം ഓടി വരുന്ന കേക്കാണ്. ഈ ഒരു 2022 വർഷത്തിലെ ആദ്യത്തെ കേക്ക് നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി പോവാണ്. ഈ ഒരു വീഡിയോൻ്റെ ഫുൾ ക്രെഡിറ്റ് എന്ന് പറയുന്നത് ഇവളാണ് കേക്ക് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മളെ ചാനലിലെ രണ്ടാമത്തെ കുക്കിംഗ് വീഡിയോ ആണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ആദ്യം നമ്മളൊരു സാമ്പാറിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടുള്ള രണ്ടാമത്തെ കേക്കിൻ്റെ വീഡിയോ ആണ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. നമ്മളിന്ന് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്ന കേക്ക് എന്ന് പറയുന്നത് ഓവനോ അങ്ങനത്തെ സാധനങ്ങളൊന്നും ഉപയോഗിക്കാതെ വളരെ സിമ്പിളായിട്ടുള്ള രീതിയിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഫുൾ കാര്യങ്ങൾ ഇന്ന് ചെയ്യുന്നത് ഇവളാണ്. അപ്പോൾ ഇനി ഞാൻ ക്യാമറയുടെ പുറകിലാണ് ഉണ്ടാവുക. ഫുൾ കാര്യങ്ങൾ അപ്പോൾ ഇവള് പറഞ്ഞുതരും. അപ്പോൾ ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതിനുവേണ്ടി ഇൻഗ്രീഡിയൻസ് എന്തെല്ലാം നോക്കാം. 4 മുട്ട എടുത്തിട്ടുണ്ട്, പിന്നെ 3/4 കപ്പ് സൺഫ്ലവർ ഓയിൽ, 1.5 കപ്പ് ഷുഗർ, 1.5 കപ്പ് മൈദ, 1/2 കപ്പ് കൊക്കോ പൗഡർ, വാനില എസൻസ്, പിന്നെ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും വേണം. ഇപ്പം നമ്മൾ കേക്ക് ഉണ്ടാക്കുന്നത് ഇതില്ല. അപ്പോൾ ബട്ടർ പേപ്പറൊക്കെ ഇട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇളക്കാം. നമ്മൾ ആദ്യം ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് ഈ അടുപ്പ് വെച്ചൊന്ന് അരിച്ചെടുക്കണം. ബേക്കിംഗ് പൗഡർ നമ്മൾ എടുത്തിട്ടുള്ളത് അത് 1 ടീസ്പൂൺ ഇടുന്നുണ്ട്. 1/4 ടീസ്പൂൺ നമ്മൾ ബേക്കിംഗ് സോഡ ആഡ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ നന്നായിട്ടൊന്ന് നമ്മൾ അരിച്ചെടുക്കണം. നമ്മൾ എത്രത്തോളം അരിക്കുന്നോ അത്രത്തോളം നമ്മൾ ഉണ്ടാക്കുന്ന കേക്ക് നല്ല സോഫ്റ്റ് ആയിരിക്കും. ഒരു 3 വട്ടമൊക്കെ അരിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ട് കേക്ക് കിട്ടും. അരിച്ചെടുത്ത ഡ്രൈ ഇൻഗ്രീഡിയൻസ് മാറ്റി വെച്ചതിന് ശേഷം മുട്ട ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ 4 മുട്ട എടുത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് നമ്മൾ വാനില എസൻസ് ആഡ് ചെയ്തിട്ട് ബീറ്റ് ചെയ്യാൻ പോവാണ്. ഇലക്ട്രിക് ബീറ്റർ ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കുന്നവർക്ക് വളരെ പെട്ടെന്ന് തന്നെ ബീറ്റായി കിട്ടുന്നത്. മുട്ട നന്നായി ബീറ്റ് ചെയ്തതിന് ശേഷം അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നന്നായി ബീറ്റ് ചെയ്ത് കൊടുക്കണം. ഇനി അതിലേക്ക് പൊടിച്ചു വെച്ച പൗഡേർഡ് ഷുഗർ കുറച്ചായി ആഡ് ചെയ്ത് കൊടുക്കാം.
ഇനി നമുക്ക് നേരത്തെ അരിച്ചു വെച്ച ഡ്രൈ ഇൻഗ്രീഡിയൻസ് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ നിങ്ങളൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, മുഴുവനായിട്ടിടാതെ കുറച്ച് കുറച്ചിട്ട് മിക്സ് ചെയ്യുക. കേക്കിനുള്ള ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് നമുക്ക് ഈ ടിന്നിലേക്ക് നമുക്ക് ബാറ്റർ ഒഴിച്ച് കൊടുക്കാം. ബാറ്റർ ഒഴിച്ചതിന് ശേഷം ജസ്റ്റ് ടാപ്പ് ചെയ്ത് കൊടുക്കാം. എയർ ബബിൾസ് പോകാൻ വേണ്ടിയാണ് നമ്മൾ ടാപ്പ് ചെയ്ത് കൊടുക്കുന്നത്. നമ്മൾ ഓവൺ ഇല്ലാതെയാണ് ബേക്ക് ചെയ്യാൻ പോകുന്നത്. അതിനായിട്ട് സെറ്റ് ചെയ്ത് വെച്ച അലൂമിനിയം പാത്രത്തിലേക്ക് ഇത് ഇറക്കി വയ്ക്കാം. എന്നിട്ട് നന്നായി എയർ പോകാത്ത രീതിയിൽ അടച്ചു വയ്ക്കാം. അപ്പോൾ ഒരു 3/4 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് കേക്ക് റെഡിയായി നോക്കാം. കേക്ക് നന്നായി ബേക്കായോ എന്നറിയാൻ ജസ്റ്റ് ഈർക്കിളി കൊണ്ടൊന്ന് കുത്തി നോക്കാം. അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വിപ്പിംഗ് ക്രീമിന് വേണ്ടി വിസ്കും ഇത്തരത്തിലൊരു പാത്രവും 2 മണിക്കൂർ ഫ്രീസ് ചെയ്തെടുക്കാം. അതിലേക്ക് നമുക്ക് വിപ്പിംഗ് ക്രീം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യുക. അതിലേക്ക് കുറച്ച് ഐസിങ് ഷുഗർ ആഡ് ചെയ്ത് നന്നായി ബീറ്റ് ചെയ്യുക. നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റും, ഈ ഒരു രീതിയിലാണ് നന്നായി ബീറ്റ് ചെയ്തെടുക്കേണ്ടത്. അപ്പം നമ്മൾ റെഡിയാക്കി സ്പഞ്ച് നമ്മൾ ലെയറായിട്ട് കട്ട് ചെയ്യാൻ പോകുന്നു. ഇനി നമുക്ക് കേക്കിൻ്റെ ലെയർ സെറ്റ് ചെയ്യാം. ഫസ്റ്റ് ലെയർ വയ്ക്കുക, അതിലേക്ക് ഷുഗർ സിറപ്പ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം വിപ്പിംഗ് ക്രീം തേച്ച് കൊടുക്കാം. അത്തരത്തിൽ സെക്കൻഡ് ലെയറും തേർഡ് ലെയറും സെറ്റ് ചെയ്ത് കൊടുക്കുക.
3 ലെയർ സെറ്റ് ചെയ്തതിന് ശേഷം മൊത്തത്തിൽ ക്രീം തേച്ച് ഫിനിഷ് ചെയ്യാം. ഫൈനലി നമ്മളിത് കേക്ക് റെഡിയാക്കിയിട്ടുണ്ട്. മൊത്തത്തിൽ അത് ഡിസൈൻ ചെയ്തിട്ട് അത് നിങ്ങൾക്ക് കാണാൻ പറ്റും. നല്ല അടിപൊളിയായിട്ടുണ്ട്. ഈ ഒരു കേക്ക് നമ്മൾ ഉണ്ടാക്കിയത് ഓവനോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉപയോഗിക്കാതെയാണ്. അപ്പോൾ ഇത്തരത്തിലെല്ലാവരും കേക്ക് ട്രൈ ചെയ്ത് നോക്കുക. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ.